ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇനി ബട്ടണുകളും കളറുകളും ലേഔട്ടുകൾ മാത്രമല്ല. അത് നമ്മളെങ്ങനെ ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് കൂടിയാണ്. അതിനെയാണ് വൈബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന കുറച്ച് ഇമോഷൻസ് ഉണ്ട്. ലൈക്ക് എങ്ങനെയാണ് കാം ആയിട്ടാണോ, എക്സൈറ്റിംഗ് ആയിട്ടാണോ, പ്ലേഫുൾ ആയിട്ടാണോ, ട്രസ്റ്റ് വർത്തി ആയിട്ടാണോ ആപ്പ് വർക്ക് ചെയ്യുന്നത്. ആ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് വൈബ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പോട്ടിഫൈയുടെ ഡാർക്ക് തീം. അത് ലൈ ഡാർക്കർ വേർഷൻ നൈറ്റിലൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലാസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ എയർബിഎൻബിയിൽ യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് ആനിമേഷൻസുകളെല്ലാം അതും നമുക്ക് നല്ലൊരു ഫീൽ നമുക്ക് കിട്ടും. അതുപോലെ ആപ്പിളിൻ്റെ ക്ലീൻ ഡിസൈൻ. സോ ദോസ് കൈൻഡ് ഓഫ് ഒരു ട്രസ്റ്റ് ആൻഡ് ക്ലാരിറ്റിയാണ് ആ ഒരു വൈബ് നമുക്ക് തരുന്നത്. ഫ്യൂച്ചറിൽ ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുന്നത് അത് ഭംഗിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, അത് എങ്ങനെ എന്ത് ഫീലാണ് എനിക്ക് കിട്ടുന്നത്, അത് അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ വീണ്ടും ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയും അവർക്കൊരു ട്രസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അതൊരു ലോയൽ ആണെന്നുള്ളത് അവർക്ക് ഫീലിംഗ് കിട്ടും. സോ ഒരു യു എക്സ് ഡിസൈൻ എന്നതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് യൂസബിലിറ്റി മാത്രമല്ല, ഇമോഷൻസും കണക്റ്റഡ് ആണ്. സോ ഡിസൈനർമാർ ചിന്തിക്കേണ്ടത് ഞാൻ എന്ത് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴും എന്ത് കൈൻഡ് ഓഫ് വൈബാണ് നമുക്ക് ആ ആപ്ലിക്കേഷനിൽ ആ യൂസർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളെപ്പോഴും പ്രിഡിക്റ്റബിൾ ആയിട്ട് തന്നെ കാണണം.